സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണ തിരക്കിലാണുള്ളത്. ഇത്തവണ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മാട്ടൂൽ ഡിവിഷൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് AV സനിലാണ്. സനില് ഇത്തവണ പ്രചരണ തിരക്കിൽ കൂടിയാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊന്ന് ചോദിക്കാം. ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്കാണ് ജനവിധി തേടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണോ? എങ്ങനെയാണ് രാഷ്ട്രീയ മേഖലയിലെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. സംഘടനാ പ്രവർത്തന രംഗത്ത് ഒരുപാട് ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിലും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിലുമൊക്കെ പ്രവർത്തിച്ച പരിചയവും പാരമ്പര്യവുമുണ്ട്. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ണൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണിപ്പോൾ. ഇതുകൂടാതെ ഈ മാടായി മണ്ഡലത്തിന്റെ അതുപോലെ തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളിലെ ഒരുപാട് വാർഡുകളുടെ ചാർജ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ എന്നുവെച്ചാൽ പ്രചരണ തിരക്കാണ്, സമയം കിട്ടാത്ത ഒരവസ്ഥയാണ്. പിന്നെ എവിടെയൊക്കെയാണ് ഇപ്പൊ പ്രചരണം ഇടവരെ പൂർത്തിയാക്കിയിട്ടുണ്ട്? പ്രചരണം ഇപ്പോ മാട്ടൂൽ ഡിവിഷൻ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച പിന്നെ മാട്ടൂൽ നിക്കോവ ദേവാലയത്തിലും അതുപോലെ തന്നെ അപ്പുറത്ത് ഉള്ള വ്യാകുലമാത ദേവാലയത്തിൽ വെച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രചരണം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഊഷ്മളമായ സ്വീകരണവും വരവേൽപ്പുമാണ് നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്മുടെ ന്യൂനപക്ഷ സംവിധാനത്തിൻ്റെ ഇടയിൽ പോലും വളരെയേറെ നല്ല പോസിറ്റീവായ പ്രതികരണമാണ് BJPക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾക്കും അതുപോലെ അവിടങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും കിട്ടിക്കൊണ്ടിരിക്കും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാട്ടൂൽ ഡിവിഷൻ എന്ന് പറയുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ചില ഇടതുപക്ഷ നേതാക്കൾ പറയുന്നുണ്ട് കോലീബി സഖ്യമൊക്കെ രൂപപ്പെടുന്നുണ്ട് പല പഞ്ചായത്തുകളിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഇടതുപക്ഷം ഏതെങ്കിലും കാലഘട്ടത്തിൽ പരാജയം മണത്തിട്ടുണ്ട് എങ്കിൽ അതിനെ കോലീബി സഖ്യമെന്നും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഖ്യമെന്നും സൂചിപ്പിക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിനും അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM-നും ഉള്ളത്. അതിലിപ്പോ നമുക്ക് ഭാഗമാക്കേണ്ട കാര്യമില്ല. ഈ കോലീബി സഖ്യം എന്ന് പറയുന്ന അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കഴിഞ്ഞ 11 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുപ്പ്. അത് ഏത് തിരഞ്ഞെടുപ്പായാലും, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാകട്ടെ, അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പാകട്ടെ, മറ്റു തിരഞ്ഞെടുപ്പുകളാകട്ടെ, തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനം ദിനം പ്രതി വിജയിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അതിൽ പിന്നെ വ്യർത്ഥത പൂണ്ട എന്ന് വെച്ചാൽ അതിലൊരു പ്രതീക്ഷയുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്ന ജൽപ്പനങ്ങൾക്ക് ഞങ്ങൾ മറുപടിയാണ് പറയേണ്ട കാര്യം. വിജയപ്രതീക്ഷ എനിക്ക് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഡിവിഷനിൽ, മാട്ടൂൽ ഡിവിഷനിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ ശുഭപ്രതീക്ഷയിലാണ്. അതിൻ്റെ കൂടെ മാട്ടൂൽ ഈ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഞാനും എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയും അതിലേറെ വിജയപ്രതീക്ഷയിലാണ്. ഈ ജയിക്കുകയാണെങ്കിൽ മാട്ടൂൽ ഡിവിഷനിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാട്ടൂൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 10ാം ക്ലാസ് മുതൽ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഒരാളാണ്. അപ്പോൾ അതിനെ ഒരു വികസന സ്വപ്നങ്ങളെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ, ഈ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്, എൻ്റെ ഓർമ്മയിൽ ഞാൻ കാണുന്ന പഴയങ്ങാടി ബസ് സ്റ്റാൻഡും പരിസരവും ഇപ്പോഴും ആ സമയത്തുള്ള ഒരു സംവിധാനം തന്നെയായി തുടരുകയാണ്. മറ്റു പല സ്ഥലങ്ങളിലും, അത് ഇവിടെ മാത്രമല്ല കേരളത്തിലെ മൊത്തം ഒരവസ്ഥയാണ്. ഞാൻ പഴയങ്ങാടിയിലെ ഒരു ദുരവസ്ഥ, ട്രാഫിക് സംവിധാനവും മറ്റ് രൂപത്തിലുള്ള വികസന സംവിധാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നും ചെയ്യാത്ത ഒരു വികസന പ്രവർത്തനങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ വിജയവും അതുപോലെ തന്നെ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അക്കമിട്ട് പറയാം. ഒന്ന്, പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലെ ട്രാഫിക് പരിഷ്കരണം. അതിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ നിന്ന് മാട്ടൂലേക്ക് പോകുന്ന റോഡുമായി ബന്ധപ്പെട്ട അടിപ്പാത, റെയിൽവേ അടിപ്പാത എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുണ്ടാവും. രണ്ടാമത് എന്ന് പറഞ്ഞാൽ, പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഈ ഭാഗത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ മുഴുവൻ ട്രെയിനുകൾക്കും
പരമാവധി ട്രെയിനുകൾക്ക് നമുക്ക് പിന്നെ സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് അത് ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തും. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭൂമിയാണ് മാടായിക്കാവ്. അപ്പോൾ മാടായിപ്പാറയുടെ പ്രാചീനത, അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് അത് പുരാവസ്തു വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ. കൂടാതെ മാടായിക്കാവിലേക്ക് പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്നതാണ്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും അത് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമുക്ക് കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവും. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയങ്ങാടിയുള്ള ഒരു തുറമുഖമാണ്. അത് നിർദ്ദിഷ്ട തുറമുഖം ഒരുപക്ഷെ ഈ സംസ്ഥാന സർക്കാരുകളൊന്നും നടപ്പാക്കാൻ പറ്റാത്തതാണ്. പക്ഷെ നമ്മൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമ്മർദ്ദം ഓൾറെഡി വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയങ്ങാടി തുറമുഖം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തും ഉണ്ടാവുമെന്നാണ് പറയാനുള്ളത്. അപ്പോ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ മുൻനിർത്തി നാടിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യമെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. എന്തായാലും ശക്തമായ മത്സരം നടക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ് മാട്ടൂൽ. എങ്കിലും മികച്ച രീതിയിലൊരു വിജയ പ്രതീക്ഷ സ്ഥാനാർത്ഥിക്കുണ്ട്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.